ഹായ് ഓൾ, വെൽത്തിഫൈൻ്റെ ഫോറക്സിന്റെ വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീക്കില് ഗോൾഡിന്റെ ഒരു മൂവ്മെന്റ് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പെയറിഷ് ആയിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീക്കിൽ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാം, ഏതൊക്കെയാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽസ്, അതുപോലെ എന്താണ് ഡയറക്ഷണൽ ബയാസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2632 എന്ന് പറയുന്ന ഒരു സോണിൽ നമുക്കൊരു ഇംബാലൻസ് കാണാൻ സാധിക്കും. അപ്പൊ ആ ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിജക്ഷന് ശേഷം മേ ബി മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ച് വരെ, ഏകദേശം 2566 വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും നമുക്ക് ആ ഒരു ഡയറക്ഷണൽ ബയാസ് കണക്കൂട്ടാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു ഡയറക്ഷണൽ ബയാസ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ നമ്മൾ സ്മോൾ ടൈം ഫ്രെയിം ഒരു 4 അവറിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കുകയാണെങ്കിലും സെയിം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് മാർക്കറ്റ് തന്നിട്ടുള്ള ഒരു ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോളും അതുപോലെ തിരിച്ച് തന്നിരിക്കുന്ന റിക്കവറി ഇതിനെ അപേക്ഷിച്ച് വളരെ കറക്റ്റീവ് ആയിട്ടുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും മാർക്കറ്റ് ബെയറിഷ് ആവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ബട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഹൈ ഒക്കെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ റിക്കവറി നടത്തും. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിലോട്ടേക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. കാര്യം ഈ റേഞ്ചിലൊക്കെ അത്യാവശ്യം നമുക്ക് ഈ ഒരു ലെവലിൽ ലിക്വിഡിറ്റി അതുപോലെ ഇവിടെ വോയിഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ടേക്ക് നല്ല റിക്കവറി തരും. തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മൂവ്മെന്റം തരാൻ സാധ്യതയുണ്ട്. അല്ല ഇവിടെ നിന്ന് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡയറക്ഷണൽ ആയിട്ട് പറയാൻ ഉള്ള ഒരു കാര്യം. അപ്പോൾ ഇത് നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിന്റെ കൺഫർമേഷൻസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് അത് ട്രേഡ്സ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗോൾഡിന്റെ ഒരു അനാലിസിസ് എന്ന് പറയാനുള്ളത്. അപ്പോൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവല് 2613 എന്ന് പറയുന്ന ലെവൽ. അപ്പൊ ഈ ലെവലിലോട്ടേക്ക് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഇതൊരു ഡിമാൻഡ് ആണ് 4 അവറിന്റെ. അപ്പൊ അതും കൺസിഡർ ചെയ്യേണ്ട ഒരു ലെവലാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഗോൾഡിൽ നോക്കാണ്ടായിരുന്നത്. ഇനി നമുക്ക് യൂറോ USD നോക്കാം. സോ ഇത് 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഒരു ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് റിക്കവർ ആവുന്നതാണ്. സോ ഇവിടെ നിന്നുള്ള ഒരു ഫാള് വളരെ സ്ട്രോങ് ആയിരുന്നു യൂറോയില്. അപ്പോൾ സ്റ്റിൽ എനിക്ക് കംപ്ലീറ്റ്ലി ബെയറിഷിലേക്ക് കൺവേർട്ട് ആവുന്ന ഒരു സാഹചര്യം കാണുന്നില്ല മാർക്കറ്റ് ഇനിയും താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാഹചര്യമാണ് കൂടുതലും കാണുന്നത്. ബെയറിഷ് വ്യൂ തന്നെയാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമായിരിക്കും നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ ഇനി റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് അത്യാവശ്യം നമുക്ക് റിയാക്ഷൻ തരാൻ സാധ്യതയുള്ള ഒരു റേഞ്ചാണ് ഈ ഒരു ലെവല്. പിന്നെ അതുപോലെ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രീമിയം ലെവൽ തീർച്ചയായിട്ടും കൺസിഡർ ആയിട്ടുണ്ട്. സോ ഇതൊരു പ്രീമിയം സോണാണ്. അതുപോലെ അതിൻ്റെ ഒരു OT ലെവൽ വരുന്നത് ഇതാണ്. അപ്പൊ ഈ ഒരു ലെവല് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ സാധ്യത കാണുന്ന ഒരു ലെവലാണ്. പിന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും പിന്നെ ബുള്ളിഷ് ആയിട്ട് പോകാനുള്ള സാഹചര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു റേഞ്ചിലൊക്കെയൊക്കെ മാർക്കറ്റ് വരുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു ബെയറിഷ് ട്രേഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലെവൽ നോക്കുകയാണെങ്കിൽ 1.05012 എന്ന് പറയുന്ന ലെവൽ ഒക്കെ നമുക്ക് നല്ല ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റിയ ലെവൽസ് ആണ്. സോ അവിടെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ കൺഫർമേഷൻസ് എടുത്തിട്ട് സ്മോൾ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും എൻട്രി എടുക്കുക. സോ യൂറോ USDയുടെ കാര്യം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് GBP JPYയുടെ ഒരു വ്യൂ എന്താണെന്ന് നോക്കാം. സോ GBP JPY അത് ബുള്ളിഷ് വ്യൂ ആണ് എനിക്കുള്ളത്. അതായത് ഗോൾഡിലും യൂറോയിലും എനിക്ക് ബെയറിഷ് വ്യൂവും അതുപോലെ GBP JPYയിൽ ബുള്ളിഷ് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ഞാൻ മാർക്കറ്റിനെ മുകളിലോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സോണിലോട്ടേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു തിരിച്ചൊരു കറക്ഷൻ തന്നിട്ട് ഇപ്പോൾ നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റിലൊക്കെ
കീ ലെവൽസ് ഫൈൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു എൻട്രി തീർച്ചയായിട്ടും പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. ഇതാ ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഒരു ബുള്ളിഷ് എൻട്രി നോക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വരെയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നാളത്തെ പ്ലാൻ നോക്കിയിട്ട് അവിടെ നിന്ന് ആ ലെവലിൽ വന്നിട്ട് അവിടുത്തെ റിയാക്ഷൻ നോക്കിയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് എൻട്രി പ്ലോട്ട് ചെയ്യുന്നുള്ളതാണ് അടുത്തൊരു സെറ്റ് ഓഫ് പ്ലാൻസ് പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാ വീക്കിലെയും പോലെ നമ്മൾ ഈ 3 കറൻസി പെയർസ് ആണ് ഇന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോൾഡിൽ അതുപോലെ യൂറോയിലും ബെയറിഷ് വ്യൂ, GBP JPYയിൽ ഒരു ബുള്ളിഷ് വ്യൂ ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീക്കിൽ ഉണ്ടായിരുന്ന അനാലിസിസിന്. ഇനി നമുക്ക് അടുത്ത വീക്കിൽ ഇതുപോലെ അനാലിസിസ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.